സുരേഷ് പറഞ്ഞ പോലെ ഈ എതിരെയുള്ള തെക്കേട് മൈതാനത്തിലാണ് ക്രിക്കറ്റ് കളിച്ചു നടന്നത്. 75 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് ഫോമായി കാരവൻ. അന്ന് ഞാനില്ല, ഞാൻ 79-ലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് ആ ക്ലബ്ബ് തുടങ്ങിയ KR നായർ, സാദിഖ്, ഷഹീർ, ഹരി, അങ്ങനെ അവർ തുടങ്ങിയ ക്ലബിലെ KR നായർ പിൽക്കാലത്ത് KCA തുടങ്ങിയപ്പോൾ അതിൻ്റെ മുഖ്യ ഒരു സംഘാടകനായിട്ടും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഗൾഫ് ന്യൂസിൽ പോയി 12 വേൾഡ് കപ്പ് കവർ ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരാളും കൂടെ ഉള്ള ഒരു ക്ലബ്ബാണ്. ഞങ്ങൾ ആ ക്ലബ്ബ് 92 കഴിഞ്ഞപ്പോൾ എല്ലാവരും ജോലി കിട്ടി പോയി. പിന്നെ അത് റിവൈവ് ചെയ്തെടുത്തിട്ട് ഇപ്പം വീണ്ടും ഞങ്ങൾ 2 വർഷം ടൂർണമെന്റ് നടത്തി. 1 ലക്ഷം രൂപ പ്രൈസ് മണി കൊടുക്കുന്ന ഒരു ടൂർണമെന്റാണ് നടത്തിയത്. 2 വർഷം. കഴിഞ്ഞ കൊല്ലം നടത്തി, കഴിഞ്ഞ കൊല്ലം നടത്തി, ഈ കൊല്ലം നടത്തും. അപ്പൊ അതിനൊക്കെ KCAയുടെ ഒരുപാട് സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഇവിടെ കളിച്ചു കിടക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ അനുഭവം പറയാം. ഈ KR നായർ 84-ലാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ കളിച്ചോളാം. 3 ടീമാണ് കളിക്കുന്നത്. ഒന്ന് ഞങ്ങളുടെ ക്ലബ്ബ് കാരവനിൽ നിന്ന് അടിച്ചു പിരിഞ്ഞ് പോയി ഉണ്ടാക്കിയ ബെനിക്സ്, അതിൽ നിന്ന് അടിച്ചു പിരിഞ്ഞുണ്ടാക്കിയ പാക്കേഴ്സ്. ഈ 3 ടീം അവിടെ കളിക്കും. അതിന്റെ കൂട്ടത്തിൽ ഹോക്കിയും കളിക്കും, കുറെ പേര് ഫുട്ബോളും കളിക്കും. മൊത്തം അതിനകത്ത് കളിയാണ്. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് 5:30 മണി സമയത്ത് KR നായർ അദ്ദേഹത്തിന്റെ ചുവന്ന BSA സൈക്കിളിൽ ഒരു കറുത്ത പയ്യൻ, അതായത് ആഫ്രിക്കൻ, ബ്ലാക്ക് ആയിട്ടുള്ള ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു പയ്യനെ കൊണ്ട് സൈക്കിളിൽ അവിടെ വന്നു. ഇത് ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. കൊച്ചു ഒരു 14 വയസ്സോ 15 വയസ്സോ എന്താ വരും. ഞങ്ങളെ കളിയെ കളിച്ചു. കാര്യം മനസ്സിലായില്ല, കളിക്കാൻ വന്നതാണ്. അവിടെ സ്കൂൾസ് ടീമിന് കളിക്കാൻ വന്നതാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കളിക്കാൻ വന്നത്. അതൊക്കെ കഴിഞ്ഞ് പോയി. അദ്ദേഹമാണ് ബ്രയൻ ലാറ. പറയുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് ബ്രയൻ ലാറ അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹത്തിന് ഓട്ടോബയോഗ്രഫി ചെയ്തിട്ടുണ്ട്, KR നായരുടെ സൈക്കിളിൽ കൊണ്ടുവന്ന കാര്യം. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഒരു മൈതാനമാണ് തെക്കേട് മൈതാനം. പക്ഷെ ഇന്ന് അത് പറഞ്ഞ് അവിടെ ചെന്നാൽ പോലീസുകാർ നമ്മുടെ പാദം അടിച്ചു പൊട്ടിക്കും. അത് വേറെ പോലീസിന്റെ കയ്യിലായിരിക്കും. നമുക്കിപ്പോൾ കളിക്കാൻ പോലും സ്ഥലമില്ല. ഈ ഒരു ആൾക്കാർക്ക് കളിക്കാൻ സ്ഥലമില്ല. KCAക്ക് കളിക്കാൻ സ്ഥലമില്ല. KCA പോലും 3-4 ഗ്രൗണ്ട് ഉണ്ടായിട്ട് അവർക്ക് പോലും അത് തികച്ച് കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇനിയും ഗ്രൗണ്ടുകൾ വേണം എന്നുള്ളതാണ്. സർക്കാർ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, സ്പോർട്സ് മിനിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വെറുതെ കിടക്കണം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നന്നായിട്ട് മാറ്റിയെടുത്ത് ഗ്രൗണ്ടുകളാക്കാനും. നേരത്തെ ആരോ പറഞ്ഞല്ലോ, നമ്മുടെ ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവേശം തരുന്ന ഇന്ത്യയുടെ ഗെയിം നമ്മുടെ ക്രിക്കറ്റാണ്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മാക്സിമം പറ്റുന്നതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും KCAയുടെ നമ്മുടെ KCL എന്ന് പറയുന്നത് ഇപ്പൊ വീണ്ടും സല്ലേട്ടൻ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആവും ഉടനെ തന്നെ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. KCAയ്ക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. KCL ഗംഭീരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.